പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് കോമൺ അയോൺ എഫക്റ്റ് ആണ്. കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ സെപ്പറേഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ദി അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയൺ. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ഡിസോസിയേഷൻ ഓഫ് അസറ്റിക് ആസിഡ്. നമ്മളൊരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ എടുക്കുന്നു. വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ് CH3COOH. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ പ്രത്യേകത, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസസ് വിച്ച് ആർ പാർഷ്യലി അയോണൈസ്ഡ് ഇൻ അക്വസ് സൊല്യൂഷൻ. പാർഷ്യലി അയോണൈസ്ഡ് ഇൻ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അസിറ്റിക് ആസിഡ് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചു, ഡിസോൾവ് ചെയ്യിപ്പിച്ചു. നമ്മളൊരു കണ്ടെയ്നറിനകത്തിൽ വാട്ടർ ആഡ് ചെയ്തു, വാട്ടർ എടുത്തു, അതിലേക്ക് നമ്മൾ അസിറ്റിക് ആസിഡ് CH3COOH എന്ന് പറയുന്ന വീക്ക് ആസിഡ് ആഡ് ചെയ്തു, വീക്ക് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തു. അപ്പോൾ അസിറ്റിക് ആസിഡ് മോളിക്യൂൾസ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഒരു 15 അസറ്റിക് ആസിഡ്, ഇതാണ് ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. 15 അസറ്റിക് ആസിഡ് മോളിക്യൂൾ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യിപ്പിച്ച് വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 15ൽ ഒരു 10 അല്ലെങ്കിൽ 8 മോളിക്യൂൾസൊക്കെ കംപ്ലീറ്റായിട്ട് അയോണൈസ് ചെയ്ത് CH3CO മൈനസും H+ എന്ന അയോണുമായിട്ട് വേർതിരിയും. അപ്പോൾ ഈ സബ്സ്റ്റൻസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അയോണുകളായിട്ട് മാറുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ അസിറ്റിക് ആസിഡ് CH3CO മൈനസും H+ അയോണുകളായിട്ട് മാറി. അപ്പോൾ എടുത്ത കംപ്ലീറ്റ് അസിറ്റിക് ആസിഡും അയോണൈസേഷൻ നടക്കത്തില്ല. പകുതി മാത്രം, വളരെ കുറച്ച് മാത്രം അയോണുകൾ ആയിട്ട് വേർതിരിയും. ബാക്കി കുറച്ച് മോളിക്യൂൾസ് CH3COOH എന്ന് പറയുന്ന മോളിക്യൂളായിട്ട് തന്നെ ഇതിനുള്ളിൽ സൊല്യൂഷനുള്ളിൽ കാണും. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ വാട്ട് ഈസ് വീക്ക് ഇലക്ട്രോലൈറ്റ്? സബ്സ്റ്റൻസസ് വിച്ച് ആർ പാർഷ്യലി അയണൈസ്ഡ് ഇൻ അക്വസ് സൊല്യൂഷൻ ആർ കോൾഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇനി കോമൺ അയോൺ എഫക്റ്റിൽ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസാണ് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. അതായത് സെപ്പറേഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ദി അഡീഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയൺ. അതായത് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ, അതായത് CH3COOH എന്ന് പറയുന്ന വീക്ക് ഇലക്ട്രോലൈറ്റ് അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ CH3CO മൈനസും പിന്നെന്തുണ്ടാവും, H+ ഉണ്ടാവും. ഇത് തന്നെ വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അയോണീകരണം നടക്കൂ. ഇപ്പോൾ 10 ഉണ്ടെങ്കിൽ അതിൽ 5 മോളിക്യൂളായിരിക്കും ചിലപ്പോൾ എന്തായിട്ട് മാറുന്നത്, അയോണൈസേഷന് വിധേയമാകുന്നത്. അപ്പോൾ ഈ അയോണൈസേഷൻ കുറയ്ക്കാൻ വേണ്ടി, സപ്രസ് ചെയ്യാൻ വേണ്ടി, അതായത് അത്രയും പോലും അയോണീകരണം നടക്കാതിരിക്കാൻ വേണ്ടി ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അയോണീകരണം വീണ്ടും കുറയും. വീണ്ടും കുറച്ച് മോളിക്യൂൾ മാത്രമേ അയോൺസായിട്ട് വേർതിരിക്കുകയുള്ളൂ. അപ്പോൾ എന്തുണ്ടാകും, അവിടെ ഒരു കോമൺ അയോൺ അതിൻ്റെ ഫലമായിട്ട്. അപ്പോൾ അങ്ങനെ സപ്രസ് ചെയ്യുക എന്ന് പറയാൻ കാരണം, അവിടെ ഒരു കോമൺ അയോൺ അവിടെ ഉണ്ടാകുന്നു. ഇതിൻ്റെ തന്നെ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു കോമൺ അയോൺ അവിടെ ഫോം ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ഡിസോസിയേഷൻ ഡിക്രീസ് ചെയ്യുന്നതായിട്ട്, സപ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് പറയുന്ന പേരാണ് കോമൺ അയോൺ എന്ന് പറയുന്നു. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡിസോസിയേഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. CH3COH അയോണൈസസ് ടു ഗിവ് CH3CO മൈനസ് പ്ലസ് H+. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, സോഡിയം അസറ്റേറ്റ് ആഡ് ചെയ്യുന്നു. സോഡിയം അസറ്റേറ്റിൻ്റെ ഫോർമുല എന്താ, CH3COON ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, CH3COOH എന്ന് പറയുന്ന വീക്ക് ഇലക്ട്രോലൈറ്റ് അയോണൈസസ് ടു ഗീവ് CH3CO മൈനസ് പ്ലസ് H+ ഉണ്ടാകുന്നു. ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ അസറ്റിക് ആസിഡിലേക്കാണ് CH3COON ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോൾ ഇതും 2 തരത്തിലുള്ള അയോണുകളായിട്ട് മാറും. CH3CO മൈനസും Na+ അയോൺസായിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും, ഏത് അയോണിൻ്റെ എണ്ണമാണ് കൂടുക, അപ്പോൾ
CH3CO- അയോണിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഈ CH3CO- കോൺസെൻട്രേഷൻ കൂടുമ്പോൾ CH3CO- H+ഉമായിട്ട് കമ്പൈൻ ചെയ്ത് തിരിച്ചെന്തായിട്ട് മാറും? CH3COH എന്ന് പറയുന്ന മോളിക്യൂൾ ഫോം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മോളിക്യൂളിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ തിരിച്ചിങ്ങോട്ടുള്ള അയോണീകരണം എന്ത് ചെയ്യുന്നു? കുറയുന്നതായി. ഇക്വിലിബ്രിയം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കോമൺ അയോൺ ഇവിടെ ഫോം ചെയ്യുമ്പോൾ ഈ കോമൺ അയോൺ H+ഉമായിട്ട് കമ്പൈൻ ചെയ്ത് CH3COH ഫോം ചെയ്യുന്നു, തിരിച്ച് നടക്കുന്നു. അപ്പോൾ ഇതെന്താണ്? ഒരു സന്തുലനാവസ്ഥയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ നമുക്ക് തോന്നും ഡിസോസിയേഷൻ കുറയുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യും? തോന്നുന്നു. If we add some sodium acetate to the above equilibrium reaction, the concentration of the acetate ion increases. Then, according to acetate ion എന്ന് പറയുന്നത് എന്താ? CH3CO- എന്നാണ് acetate എന്ന് പറയുന്നത്. According to Le Chatelier principle, the equilibrium will shift towards left. ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നു. Or the rate of forward reaction decreases. അങ്ങനെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതായത് ഒന്നും കൂടി പറയാം. CH3COOH അയോണൈസസ് ടു ഗീവ് റിവേഴ്സിബിളി ഗീവിങ് CH3CO- പ്ലസ് H+. ഇതാണ് അസറ്റേറ്റ് അയോൺ. ഓക്കെ. ഇതിലേക്കാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? CH3CON എന്ന് പറയുന്ന സോഡിയം അസറ്റേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇതും അയോണീകരിച്ച് CH3CO- Na+ അയോൺസും ഫോം ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എന്താ കോമൺ ആയിട്ട് CH3CO- അയോൺ അവിടെ ഫോം ചെയ്തു. അപ്പോൾ എന്താണ് ഇത് എന്തായിട്ട് മാറും? CH3COOH, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? റിയാക്ഷൻ ലെഫ്റ്റിലേക്ക് നടക്കുന്നു. അതായത് CH3COH ഫോം ചെയ്യുന്നു. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ, അതായത് മുൻപോട്ടുള്ള റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ദിസ് ഈസ് നോൺ ആസ് കോമൺ അയോൺ എഫക്റ്റ്. Another example is the dissociation of weak base by ammonium hydroxide. വേറൊരു എക്സാമ്പിളാണ് വീക്ക് ഇലക്ട്രോലൈറ്റായ അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH അയോണൈസസ് ടു ഗീവ് NH4+ OH-. ഇതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോവുക? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റായ ഇതിൻ്റെ തന്നെ NH4Cl ആഡ് ചെയ്തു. ഇതും അയോണൈസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? NH4+ഉം Cl- ഫോം ചെയ്യും. ഇപ്പോൾ ഏതാ ഉണ്ടാകുന്നത്? NH4Cl ഫോം ചെയ്തു. കൂടുതൽ NH4+ വന്നു. ഈ NH4+ ഈ OH- കമ്പൈൻ ചെയ്ത് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കുറയുന്നതായിട്ട്, അതായത് NH4+ OH- വേർതിരിയുന്ന ഡിസോസിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. This effect is called common ion effect. If we add some NH4Cl to the above equilibrium process, the concentration of NH4+ increases and hence the equilibrium shifts to the left. That is, dissociation of rate of NH4OH decreases. Then buffer solution. Solution which resists the change in pH on dilution or with the addition of small amount of acid or alkali is called buffer solution. അതായത് സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദി ചേഞ്ച് ഇൻ pH ഓൺ ഡൈലൂഷൻ വിത്ത് ഒരു സൊല്യൂഷൻ്റെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ്റെ pH ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി, ചേഞ്ച് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നതിനെ തടയുന്നതിന് വേണ്ടി വേറെ ഏതെങ്കിലും ഒരു small amount of acid or alkali is added to this solution. This is called ബഫർ സൊല്യൂഷൻ. അതായത് ഈ സൊല്യൂഷൻ്റെ pHന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ചില സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നു, ആസിഡോ ബേസോ എന്തെങ്കിലും ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സൊല്യൂഷൻ നമ്മൾ പറയുന്ന പേരാണെന്ത്? ബഫർ. ഈ ആഡ് ചെയ്ത സൊല്യൂഷനെ, ഈ സൊല്യൂഷനെയും കൂടെ മിക്സറിന് നമ്മൾ പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. Acidic buffer is a mixture of weak acid and its salt. Acidic buffer, there are two types of buffer. Number one, acidic buffer, and the second is basic buffer. Acidic buffer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mixture of weak acid and its salt with a strong base. Example, mixture of weak acid ഏത്? acetic acid and sodium acetate is an acidic buffer. അതിൻ്റെ pH എത്രയാണ്? 4.75 ആണ്. ഇനി എന്താണ് ബേസിക് ബഫർ?
ഒരു വീക്ക് ബേസും അതിൻ്റെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡും. എക്സാമ്പിൾ NH4OH NH4Cl. അതിൻ്റെ ബേസ് ആയതുകൊണ്ട് അതിൻ്റെ ബഫർ എത്രയാണ്? 7 കൂടുതലാണ്, 9.25. അപ്പോൾ what is buffer solution? Solution which resist the change in pH on dilution with the addition of small amount of acid or alkali is called buffer solution. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പോർഷൻസ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് എൻവിയോൺമെൻറ്റൽ കെമിസ്ട്രിയാണ് എടുക്കുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്ക് കുറേ അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്കിത് വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. എന്താണ്, ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്നൊന്ന് പറയാം. എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി ഡീൽസ് വിത്ത് ദി ഒറിജിൻ, ട്രാൻസ്പോർട്ട്, റിയാക്ഷൻസ്, എഫക്ട്സ് ആൻഡ് റേറ്റ് ഓഫ് ഫേറ്റ്സ് ഓഫ് കെമിക്കൽ സ്പീഷീസ് ഇൻ ദി എൻവയോൺമെൻറ്റ്. ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ, അതായത് പൊല്യൂഷനെ കുറിച്ച് പറയുന്നതാണ് ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ. പ്രസൻസ് ഓഫ് അൺഡിസൈറബിൾ സോളിഡ് ഓർ ഗേഷ്യസ് പാർട്ടിക്കിൾ ഇൻ ദ ലോവർ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ. സോളിഡ് പാർട്ടിക്കിളോ ഗേഷ്യസ് പാർട്ടിക്കിളോ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ താഴത്തെ ലെയറിൽ കാണപ്പെടുന്നതിനെയാണ്, പൊള്യൂട്ടഡ് ആകുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് നിങ്ങൾക്കറിയാം. And greenhouse effect. When the concentration of carbon dioxide in the atmosphere is above the normal level, it absorbs more infrared radiation from the solar energy and hence temperature of the earth atmosphere increases. This is known as greenhouse effect. It results in global warming. അതായത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ, നോർമൽ ലെവലിനേക്കാൾ കൂടുമ്പോൾ, അത് സൂര്യനിൽ നിന്നുള്ള സോളാർ സിസ്റ്റത്തിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുകയും എർത്ത് അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇറ്റ് റിസൾട്ട്സ് ഇൻ ഗ്ലോബൽ വാർമിംഗ്. The gases responsible for greenhouse effect are called greenhouse gases. They are carbon dioxide, methane, water vapor, chlorofluorocarbon, nitrous oxide, etc., ozone, etc. The adverse effect of global warming and greenhouse effect. എന്താണ് ഇതിൻ്റെ അനന്തരഫലങ്ങൾ, ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? Due to global warming, the average global temperature will increases. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് നമ്മുടെ എർത്തിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് വിൽ ലീഡ് ടു ദി മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ് ആൻഡ് ഫ്ലഡിംഗ് ഓഫ് ലോ ലൈങ് ഏരിയാസ് ഓൾ ഓവർ ദി എർത്ത്. അപ്പോൾ ഈ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പോളാർ ഐസ് എന്ത് ചെയ്യുന്നു? മെൽറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലോ ലൈങ് ഏരിയാസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഫ്ലഡ് അഫക്റ്റ് ചെയ്യുന്നു. Increases the global temperature results in the infected diseases like dengue, malaria, yellow fever, sleeping sickness, etc. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അതായത് ഈ വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിനും ഡെങ്കു ഫീവർ, മലേറിയ ഫീവർ, യെല്ലോ ഫീവർ, സ്ലീപ്പിംഗ് സിക്നസ് ഇങ്ങനെയുള്ള ഒരുപാട് ഡിസീസസിന് കാരണമാകുന്നു. Measures to reduce global warming. Global warming can be reduced by the following methods. Reduce the burning of fossil fuels by minimizing the use of automobiles. ഓട്ടോമൊബൈൽസിൻ്റെ യൂസസ് കുറയ്ക്കണം. അതുപോലെ തന്നെ ഫോസിൽ ബേണിംഗ് കുറയ്ക്കണം. പ്ലാന്റ് ട്രീസ് ആൻഡ് എൻകറേജ് ഫോറസ്ട്രേഷൻ, അതായത് ട്രീസ് നട്ടുപിടിപ്പിക്കണം. അതുപോലെ തന്നെ ഫോറസ്ട്രേഷൻ, അതായത് ഒരുപാട് പ്ലാന്റ്സ് എല്ലാം എന്ത് ചെയ്യുക? നട്ടുപിടിപ്പിക്കുക എന്ന് പറഞ്ഞു. അവോയ്ഡ് ബേണിംഗ് ഓഫ് ഡ്രൈ ലീവ്സ്, വുഡ്സ്, എക്സെട്ര. അതായത് ഉണങ്ങിയ ഇലകൾ, വുഡ് അതൊന്നും കത്തിക്കരുത്. Then aware the public about the bad effect of global warming. ജനങ്ങളെ എന്ത് ചെയ്യണം? ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് അവെയർനെസ് കൊടുക്കണം. Then acid rain. When the pH of rainwater drops below 5.6, it is called acid rain. Oxides of nitrogen, sulfur are mainly responsible for acid rain. അതായത് ആസിഡ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ റെയിൻ വാട്ടറിൻ്റെ pH 5.6 താഴെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയും.
എന്താണ് ഇതിന് കാരണം? ഓക്സൈഡുകളാണ്. ഇതിൻ്റെയൊക്കെ നൈട്രജൻ്റെയും സൾഫറിൻ്റെയും ഓക്സൈഡുകളാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സൾഫർ ഡയോക്സൈഡ് SO2, നൈട്രിക് ഓക്സൈഡ് NO2 ഇതൊക്കെ ഇതിന് കാരണമാകുന്നു. ഹാർംഫുൾ ഇഫക്ട്സ് ഓഫ് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ ഈസ് ഹാർംഫുൾ ഫോർ അഗ്രികൾച്ചർ, ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. ട്രീസിനും അഗ്രികൾച്ചറിനും ഒക്കെ പ്ലാന്റ്സിനും ഒക്കെ ദോഷകരമാണ്. ഇറ്റ് കോസസ് റെസ്പിറേറ്ററി എയിൽമെൻറ്റ് ആൻഡ് സ്കിൻ ക്യാൻസർ ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽസ്. ആനിമൽസിലൊക്കെ ശ്വാസകോശ രോഗങ്ങളും, അതായത് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട്, സ്കിൻ ക്യാൻസറൊക്കെ ഉണ്ടാക്കുന്നു. ഇറ്റ് അഫക്ട്സ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ലൈഫ് ഇൻ അക്വാട്ടിക് എക്കോസിസ്റ്റം, അതായത് ജലജീവികളുടെ ജീവിതത്തിനെയും ഇതെന്ത് ചെയ്യുന്നു, ബാധിക്കുന്നു. ഇറ്റ് കൊറോഡ്സ് വാട്ടർ പൈപ്സ് റിസൾട്ടിങ് ഇൻ ദ ഡിസൊല്യൂഷൻ ഓഫ് ഹെവി മെറ്റൽസ് ഇൻ ടു ദ ഡ്രിങ്കിങ് വാട്ടർ. അതായത് വലിയ ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടി വലിയ പൈപ്പുകളൊക്കെ ഉപയോഗിക്കുന്നു. ആ പൈപ്പിനെയൊക്കെ എന്ത് ചെയ്തു, ഈ ആസിഡ് റെയിൻ കൊറോഡ് ചെയ്യുന്ന ലോഹനാശനം സംഭവിക്കുന്നു. ആസിഡ് റെയിൻ ഡാമേജസ് ബിൽഡിങ്സ് ആൻഡ് അതർ സ്ട്രക്ചേഴ്സ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ഓർ മെറ്റൽ. എക്സാമ്പിൾ താജ്മഹൽ. അതായത് വലിയ സ്റ്റോൺ കൊണ്ട്, മാർബിൾ കല്ലുകൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ. മാർബിളിൽ ആസിഡ് വീണ് കഴിഞ്ഞാൽ മാർബിൾ ഡിസോൾവ് ചെയ്ത് പോകും. അപ്പോൾ അതാണ് അവിടെ നമ്മൾ കാൽസ്യം കാർബണേറ്റ് HCl-ലുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ക്ലോറൈഡായിട്ട് മാറുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അത് കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ മാർബിളാണ്. അപ്പോൾ ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് ഡിസോൾവ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് താജ്മഹലിൻ്റെയൊക്കെ നിറം മങ്ങുകയൊക്കെ ചെയ്യുന്നത്, ഡാമേജ് ചെയ്യുന്നു. മെഷേഴ്സ് ടു റെഡ്യൂസ് ആസിഡ് റെയിൻ നമുക്കങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. ആസിഡ് റെയിൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ദ ഫോളോയിങ്. റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതാണ് റെഡ്യൂസ് ദ ഫോളോയിങ് മെത്തേഡ്സ്. ഇറ്റ് റെഡ്യൂസസ് ദ യൂസ് ഓഫ് ഓട്ടോമൊബൈൽ. നമ്മൾ ഓട്ടോമൊബൈൽസിൻ്റെ യൂസ് കുറയ്ക്കണം. എൻകറേജ് ദ യൂസ് ഓഫ് നാച്ചുറൽ ഗ്യാസ് ഇൻസ്റ്റെഡ് ഓഫ് കോളിന് പകരം നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. Catalytic converters must be used in motor vehicles to reduce the emission of carbon monoxide and oxides of nitrogen to the atmosphere. അതായത് വാഹനങ്ങളിൽ നിന്ന് വരുന്ന കാർബൺ മോണോക്സൈഡിനെയൊക്കെ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കണം, കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കണം. അസിഡിറ്റി ഓഫ് ദ സോയിൽ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ആഡിങ് പവേർഡ് ലൈംസ്റ്റോൺ. സോയിലിൻ്റെ അസിഡിറ്റി ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ആഡ് ചെയ്യാൻ വേണ്ടി ലൈംസ്റ്റോൺ ആഡ് ചെയ്യണം. ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആസിഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ന്യൂട്രലൈസേഷൻ നിർവീര്യമായിപ്പോൾ. അവെയർ ദ പബ്ലിക് അബൌട്ട് ദി ആസിഡ് റെയിൻ. ആസിഡ് റെയിനെ കുറിച്ച് അവയർനെസ് കൊടുക്കണം. അടുത്തത് വാട്ടർ പൊല്യൂഷൻ. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD. The amount of oxygen required by bacteria to break down the organic matter present in a certain volume of sample of water is called biochemical oxygen demand. എന്താണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഗാനിക് മാറ്ററിൽ ബാക്ടീരിയയെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ ഓക്സിജൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ദ ബാക്ടീരിയ ടു ബ്രേക്ക് ഡൗൺ ദി ഓർഗാനിക് മാറ്റർ present in certain volume of sample of water is called biochemical oxygen demand. The amount of BOD in the water is a measure of the amount of organic material in the water. Amount of BOD in the water is a measure of the amount of organic material in the water. Clean water would have biological oxygen demand value is less than 5 ppm. Clean waterലെ BOD about less than that of 5 ppm. Whereas highly polluted waterൽ BOD എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അടുത്തത് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രി ഈസ് ഓൾസോ called sustainable chemistry is an area of chemistry focused on the design of products and processes that minimize the use of generation of dangerous substances. Green chemistry is an area of chemistry focused on the design of products and process that minimize the use and generation of dangerous substances. Dangerous substances കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്.
Application of green chemistry. Dry cleaning of clothes. Liquefied carbon dioxide with a suitable detergent is used for dry cleaning clothes. Suitable detergent വേണം. ലിക്വിഫൈഡ് കാർബൺ ഡയോക്സൈഡ് വിത്ത് എ സ്യൂട്ടബിൾ ഡിറ്റർജൻറ്റ് ഡ്രൈ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കണം. ബ്ലീച്ചിങ് ഓഫ് പേപ്പർ. ഹൈഡ്രജൻ പെറോക്സൈഡ് വിത്ത് എ സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ബ്ലീച്ചിങ് പേപ്പർ. പേപ്പർ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കണം. സിന്തസിസ് ഓഫ് കെമിക്കൽസ്. Ethanol is now commercially prepared by one-step oxidation of ethene in presence of ionic catalyst in aqueous medium. അതായത് എഥനാൽ നിർമ്മിക്കുന്നതിന് വേണ്ടി എഥീനകത്തിലേക്ക് ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ഓക്സിഡേഷൻ നടത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നന്നായിട്ട് പഠിച്ചു വച്ചേക്കുക. ഇതൊന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. തൽക്കാലം നമ്മൾ ഇത്രയും ടോപ്പിക്കുകളിൽ ഫസ്റ്റ് ഇയർ ടോപ്പിക്ക് അവസാനിക്കുകയാണ്. ബാക്കിയുള്ള ടോപ്പിക്ക് നമുക്ക് ക്ലാസ് തുറക്കുമ്പോൾ ഓക്കെ.